നമസ്കാരം. രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയാണ് മരണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ സനാതനധർമ്മവും വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ച് മരണം എന്ന് പറയുന്നത് ഒരു ആത്യന്തികമായ ഒരു ഘടകമല്ല. ദേഹം ഉപേക്ഷിച്ച് ദേഹി പോകുന്നതാണ്. ആ ദേഹി എന്ന് പറയുന്നത് ആത്മാവെന്നൊക്കെ നമ്മൾ പറയും. അത് മറ്റൊരു ദേഹം സ്വീകരിക്കും എന്ന് പറയാറുണ്ട്. ചിലരുടെ ജന്മം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിനേക്കാൾ സാത്വികമായിരിക്കും, സാർത്ഥകമായിരിക്കും. അങ്ങനെ ഒരു സാർത്ഥക ജന്മത്തെ ദേഹവിയോഗത്തെ കാണുവാൻ ഇന്നലെ അവസരമുണ്ടായി. ചിലതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ചല്ല ഭൂമിയിൽ നടക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറം ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാധാരണ അത്ര വലിയ ഒരു കോടീശ്വര കുടുംബത്തിലൊന്നും ജനിക്കാത്തൊരു സാധാരണ അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, അതും മൈനോറിറ്റി സമുദായത്തിൽപ്പെടുന്ന മുസ്ലിം മതത്തിൽപ്പെടുന്ന ഒരു വ്യക്തി, ഡോക്ടർ മജീദ് ഖാൻ സാർ അവർ ഇന്നലെ ദേഹം ഭൂമി വിട്ടു പോവുകയും നെയ്യാറ്റിങ്കര TB ജംഗ്ഷനിലുള്ള അവിടെയുള്ള പള്ളിയിൽ ഖബറടക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദേഹം കാണുവാൻ, അന്തരിച്ചുപോയ ആളിനെ കാണുവാൻ എത്തിയത്. സാധാരണ നമ്മൾ മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറ്റം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇന്നലെ അവിടെ വന്ന വലിയൊരു ജനവിഭാഗവും വലിയ തോതിലാണ്, വലിയ നഷ്ടമാണ് ആ നാടിനുണ്ടായിരിക്കുന്നതെന്ന് പറയുന്നതും സങ്കടപ്പെടുന്നതും കാണാൻ അവസരമുണ്ടായി. ഞാൻ 4 പ്രാവശ്യം മജീദ് ഖാൻ സാറുമായി സംസാരിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റിയിലെ 2 ക്ലബ്ബ് ഉദ്ഘാടനത്തിന്, പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിന് പോയപ്പോഴാണ് കണ്ടത്. 2 പ്രാവശ്യവും സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു 2 പ്രാവശ്യം കൂടി സംസാരിച്ചിട്ടുണ്ട്. ഈ 4 പ്രാവശ്യവും ഒരു മനുഷ്യയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ദാർശനികൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ കാഴ്ചപ്പാടുള്ള ദർശനമുള്ള ഒരാളിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഭീതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രതീതിയാണ്, ഭീതി വിട്ടുകൊണ്ടുള്ളൊരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. തൻ്റെ വിദ്യാഭ്യാസം തന്നെ സമ്പൂർണ്ണമായി ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ, എന്നാൽ തനിക്ക് കിട്ടാതിരുന്നത് തൻ്റെ സമൂഹത്തിനും തൻ്റെ രാജ്യത്തിനും കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരു പോളിടെക്നിക്കിൽ തുടങ്ങി അവസാനം എഞ്ചിനീയറിംഗ് കോളേജുകളിലൂടെയൊക്കെ എത്തി ഒരു യൂണിവേഴ്സിറ്റി തന്നെ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി തന്നെ തുടങ്ങി ലോകത്തിലെ എണ്ണമറ്റ യൂണിവേഴ്സിറ്റികളിലൊന്നാക്കി. ആ യൂണിവേഴ്സിറ്റിയെ മാറ്റി എന്ന് പറയുന്നത് ഒരാളിൻ്റെ, ഒരു ദക്ഷിണാശാലിയുടെ ദീർഘവീക്ഷണം തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്തുള്ള നിംസ് മെഡിസിറ്റി തുടങ്ങിയത്. തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് അടുത്തുള്ള കുമാരകോവിലിലെ സമീപമുള്ള നിഷ് യൂണിവേഴ്സിറ്റി, നൂറുൽ ഇസ്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, വലിയൊരു ഗ്രീൻ ക്യാമ്പസാണ്. വളരെ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കും. അതിൻ്റെ ചാൻസലറായിരുന്നു അദ്ദേഹം. ഡോക്ടർ മജീദ് ഖാൻ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടിവെക്കുന്ന നന്മകളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഒരുപക്ഷെ പ്രാഞ്ചിയേട്ടന്മാരുടെ പുതിയ ലോകത്ത്, കോർപ്പറേറ്റ് യുഗത്തിൽ കിട്ടാതെ പോയ കേരളശ്രീയോ പത്മശ്രീക്കോ അർഹനായിട്ടുള്ള, പത്മഭൂഷണോ ഒക്കെ അർഹനായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷെ PR വർക്കിൻ്റെ ഈ ലോകത്ത് അതൊക്കെ സംഭവിച്ചുകൊള്ളണമെന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്മശ്രീ ഇന്നലെ വന്ന ആയിരങ്ങളായിരുന്നു, 10,000ങ്ങളായിരുന്നു. അവരുടെ മനസ്സിലെ സ്ഥാനമാണ് ആ മനുഷ്യന് പത്മശ്രീ ആയി ഞാൻ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ കേരളശ്രീയായി. ആയിരക്കണക്കിന് പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. തൊട്ടടുത്ത നിംസ് മെഡിസിറ്റിക്കും നെയ്യാറ്റിങ്കരയ്ക്ക് സമീപമുള്ള പഞ്ചായത്തുകളിലെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. മെഡിസിറ്റിയെ തന്നെ ഗ്രീൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് മഹൻ്റെ ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആഗ്രഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. അതുപോലെ തന്നെ സ്പെക്ട്രം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് അവിടെ ഭംഗിയായി നടക്കുന്നു. അതിനകത്ത് പോയി ചികിത്സിച്ചാൽ, അംഗപരിമിതമായിട്ടുള്ള ആളുകൾ പോയി ചികിത്സിക്കുമ്പോൾ, മാനസിക രോഗമുള്ള ആളുകൾ പോയി കുട്ടികൾ ചികിത്സിച്ചാൽ അവർക്ക് പണമടയ്ക്കേണ്ട, കൺസൾട്ടേഷൻ ഫീസ് ഉൾപ്പെടെ പണമടയ്ക്കേണ്ട, റെസിപ്റ്റ് കൊടുക്കും. പക്ഷേ ആരെങ്കിലും അടച്ചാൽ, വരുമാനമുള്ളവർ അടച്ചാൽ സന്തോഷം, ഇല്ലെങ്കിൽ ഫ്രീ ആണ്. അവിടെ ആളുകൾ പോയി, അമ്മമാർ പ്രസവിക്കുമ്പോൾ പോകുമ്പോൾ അവർക്ക് പലവ്യഞ്ജന കിറ്റടക്കമുള്ള സാധനങ്ങൾ കൊടുത്തുവിടും. ഒരുപാട് പേരെ സൗജന്യമായി ചികിത്സിക്കുന്നു. ഇവിടുത്തെ പ്രഗത്ഭരായ പല ആളുകളും
അവിടെ പോയി സൗജന്യ ചികിത്സ എടുത്തിട്ടുള്ളവരാണ്. കെ ഇ മാമൻ സാർ അടക്കമുള്ള ആളുകൾ, ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ അവിടെ ചികിത്സിച്ചിരുന്നു. സുകുമാരി അമ്മ സിനിമാ നടി, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ. തിരുവനന്തപുരത്ത് ഇത്രയും അകലെ നിൽക്കുന്ന ഹോസ്പിറ്റലാണെങ്കിലും 10-17 കിലോമീറ്റർ പോകണമല്ലോ, നഗരത്തിലെ ഒരുപാട് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പോയി ആളുകൾ ചികിത്സ എടുക്കുന്നത്. മമ്മൂട്ടി സഹകരിച്ചുകൊണ്ടുള്ള ഹാർട്ടിൻ്റെ പരിപാടികൾ, ഹാർട്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ഒക്കെ വളരെ സൗജന്യമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ ക്യാമ്പസിൽ ആരെങ്കിലും മഹത് വ്യക്തിത്വങ്ങൾ വന്നാൽ അവരെ കൊണ്ട് തൈവയ്പ്പിക്കുന്നു. അങ്ങനെ ഒരു ഗ്രീൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ എല്ലാ സാധ്യതകളും. സോളാറിലാണ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണം, കുളങ്ങളുടെ സംരക്ഷണം, അങ്ങനെ വലിയ, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത്, എത്രയെത്ര പ്രോജക്റ്റുകൾ. ഇതെല്ലാം ഈ ദക്ഷിണാശാലിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ കൂടി ഫലമാണ്. മകൻ അതിലേറ്റവും വലിയ ഗുണം ഇദ്ദേഹത്തിൻ്റെ കാരുണ്യ, ആരോഗ്യ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കുവാനും അവ അനവരതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞ ഒരു മകൻ, ഫൈസൽ ഖാൻ എന്ന് പറയുന്ന മകനെ കൂടെ കിട്ടിയതും ഒരു മഹാഭാഗ്യമാണ്. ആ മകൻ്റെ ആശയങ്ങൾ പലതും ഉണ്ടാകാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആശയങ്ങളുണ്ട്. എന്തായാലും അച്ഛനും മകനും അവർ രണ്ടുപേരും കൂടി ആശയങ്ങൾ, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ ആശയങ്ങൾ പറയുമ്പോൾ ആശീർവാദം കിട്ടാതെ മകന് നടത്താൻ കഴിയില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറേ കൂടെ സ്വതന്ത്രമായി ചെയ്യാം, അപ്പോൾ അത് കഴിയില്ല. അപ്പോൾ എല്ലാ ആശയങ്ങൾക്കും ആശീർവാദം കൊടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ചൂരൽമലയിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ, അവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ. തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശങ്ങളിലെ തീരദേശം ശുചിയാക്കുന്നതിന് തയ്യാറാകുന്നു. അതുപോലെ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾക്ക്, അത് ജാതി, മത, വർഗ, വർണ്ണം ഒന്നും നോക്കാതെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾക്ക് സഹായം നൽകുന്നു. ഇടുക്കി ജില്ലയിൽ ആദിവാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി കോളേജ് നടത്തുന്നു. എത്രയെത്ര വൈവിധ്യമായ പരിപാടികൾ. ഇതെല്ലാം ചെയ്യുന്നത് ഒരു മഹാമനുഷ്യയുടെ ജീവിത വീക്ഷണവും കാഴ്ചപ്പാടുമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ കർമ്മവാസനകളും ഒരുപാട് കാര്യങ്ങളും നന്മയുമൊക്കെ കൊണ്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്. എല്ലാവരിലും നന്മയുണ്ട്. ആ നന്മയെ വളർത്തിയെടുത്ത് നമ്മളുടെ സമൂഹത്തിന് വെളിച്ചം കൊടുക്കുന്ന ആളുകളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്തും കൈവച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദർശനം തന്നെയാണ്. മറ്റേതൊരു വ്യവസായം വേണമെങ്കിലും നടത്താൻ കഴിയുന്ന ഒരാൾ, പലരും ഇതുപോലെയൊക്കെ വന്ന് കുറച്ചു കാലം സ്ഥാപനങ്ങളൊക്കെ നടത്തി കഴിയും, പണമാകുമ്പോൾ മറ്റ് വ്യവസായങ്ങൾ, ലാഭം കിട്ടുന്ന മറ്റ് വ്യവസായങ്ങളിലേക്ക് പോകും. പക്ഷേ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പറുദീസ നിഷ് യൂണിവേഴ്സിറ്റി തീർക്കുന്നതിലും നിംസ് മെഡിസിറ്റിയും നഴ്സിംഗ് കോളേജും അടക്കമുള്ള മനോഹരമായ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, പരിപാടികൾ, സൗജന്യങ്ങൾ, സേവനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അങ്ങനെ ഏത് മേഖല എടുത്താലും ഒരു മഹാദാർശനികനെ പോലെ കടന്നുപോയ മജീദ് ഖാൻ സാറിൻ്റെ ദേഹവിയോഗത്തിൽ ആ കുടുംബത്തിനോടുള്ള എല്ലാ സ്നേഹവും ആദരവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് അവരുടെ സംഭാവനകളാണ്. ആ സംഭാവനകളെ കാലം എന്നും ഓർത്തു വെക്കും. ഇനി ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിലില്ലല്ലോ എന്ന് പലപ്പോഴും ആലോചിക്കും. വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും മജീദ് ഖാൻ സാറിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിൻ്റെ കൂടുതൽ ഘനീഭവിക്കുന്ന ഭാവം ആ സ്നേഹം അനുഭവിച്ചവർക്കും ആനുകൂല്യം കിട്ടിയവർക്കും ഫീൽ ചെയ്യുക. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മകൻ ഉണ്ട് എന്നതും വളരെ പ്രധാനമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എല്ലാ അന്ത്യ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങളോട് ഉള്ള അവരുടെ ദുഃഖത്തിൽ, അഗാധമായ ദുഃഖത്തിൽ ഞാനും ഞങ്ങളുടെ ചാനലും പങ്കുചേരുന്നു.